നടക്കണോ? വേണമെങ്കിൽ നടക്കാം. വിടാൻ പറ്റുമോ? ഇല്ലല്ലോ. വർക്ക് ചെയ്യാൻ പറ്റുമോ? ഷോളയാർ ഡാമാണ് അത്, ആ ദൂരെ കാണുന്നത്. നമുക്ക് ഷോളയാർ ഡാം കണ്ടിട്ട് വരാം. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പം കാണിക്കാൻ പോകുന്നത് ഷോളയാർ അണക്കെട്ടാണ്. ഷോളയാർ അണൈ എന്ന് മേളിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഷോളയാർ അണക്കെട്ട്. നമുക്ക് കുറച്ചും കൂടി അടുത്ത് അതിൻ്റെ വ്യൂ എടുക്കാം. അതിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നി കാണുന്നത്. ചെറിയൊരു പാർക്ക് പോലെ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വളരെ ചെറിയൊരു അണക്കെട്ടാണിത്. തമിഴ്നാട് കേരളം ബോർഡർ ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മലയാളം ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും മുഴുവൻ തമിഴായത്. ഇവിടെ തമിഴ് ഭാഷയാണ് വിഭാഗങ്ങളിലെല്ലാം അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ ട്രാവലറിലാണ് വന്നത്, ഒരു ടീമായിട്ടാണ്. അതിൻ്റെ ഡാമിൻ്റെ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഫോട്ടോ കുറച്ച് അടുത്ത് കാണാം. കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി മൂഭാഗം നല്ല ഭംഗി. ഷോളയാർ പെരും കാട് എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഭാഗങ്ങളാണ്. ഷോളയാർ വനമാണിത്. കളഭച്ചുവരു വച്ച മേട്, ഇളം പൂം കല്യാണമാല, ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ, ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വെച്ചല്ലോ ദൈവം കല്ലിൽ. കളഭച്ചുവരു വച്ച മേട്, ഇളം പൂം കല്യാണമാല. ഞാനൊരു വികട കവി, ഞാനൊരു കഥ ചൊല്ലു, ഷോളയാർ പെരും കാട്. കണ്ടോ? പാറക്കല്ലുകൾ കൊത്തി ഉണ്ടാക്കിയ ഡാമാണ്. പാറയിലിങ്ങനെ വെള്ളം ഒഴുകി വരുമ്പം കുതിച്ച് ഇവിടെ തെറിച്ച് വരുന്ന ആ രംഗം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. ഇനി അതിൻ്റെ എതിർ സൈഡിലേക്ക് നമുക്ക് നീങ്ങാം. ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. അതിൻ്റെ പാലമാണ്, അതിൻ്റെ ആർച്ച്. നമ്മുടെ മാരാമൺ പാലം പോലെ, കോഴഞ്ചേരി പാലം പോലെ ഇത് നമ്മുടെ സ്റ്റാലിൻ, ഉദയനിധി, മാറൻ തുടങ്ങിയവരുടെ എന്തോ ഒരു പോസ്റ്ററാണിത്. അത് കടന്ന് മനോഹരമായ ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വൗ, എന്തു രസം, എന്ത് മനോഹരം. ഹായ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം മനോഹര ദൃശ്യങ്ങളാണ്.
വെള്ളം അധികമില്ല, അല്ലെങ്കിൽ വെള്ളം തുറന്ന് വിടാതെ ഉള്ള സമയത്തുള്ള കാഴ്ചയാണ്. എങ്കിലും നല്ല സമാധാന ശക്തിയായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ആ അരുവി പോലെ പാറ ഇടുക്കിൽ കൂടെ വെള്ളം. നമ്മൾ ഇത്രയും ദൂരം നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ശക്തി മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് വെള്ളപ്പൊക്കത്തിന് അല്ലെങ്കിൽ മഴ സമയത്ത് വെള്ളം നിറയുമ്പോൾ ഇത് തുറന്നു വിടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സാമാന്യം ചെറിയൊരു ഡാമാണ്. ഷോളയാർ ഡാം. ഓരോരോ ജോലികൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്ന മേസ്ത്രിമാരോ അങ്ങനെയൊക്കെയുള്ള വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഷോളയാറിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും എടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഞങ്ങളൊരു ടൂറായിട്ട് ഒരു ട്രാവലറിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് പ്ലാസ്റ്റിക് പശു പ്ലാസ്റ്റിക് തിന്നുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ല, മറ്റേ ഇതുണ്ടല്ലോ, പേപ്പറുണ്ടല്ലോ, ഇത് അപ്പമൊക്കെ പൊതിഞ്ഞെടുക്കും. അദ്ദേഹം അത് എടുത്ത് മാറ്റാൻ പോവുക അതിൻ്റെ വായിൽ നിന്ന്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ നന്മ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ദേശത്തെ നന്മ നശിച്ചിട്ടില്ല. ഈ പൊതിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും അതിനകത്ത്. പൊറോട്ടയൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നത് അത്ര അതല്ലേ? പിന്നെ അതൊക്കെ സ്ഥിരം തിന്നുന്നതാണെന്ന് തോന്നുന്നു. ഓരോരോ വണ്ടികളിലായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. അവിടെ ആർക്കും ശല്യമില്ലാതെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നു. നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. കണ്ടോ, അപ്പുറത്തൊരു പുലിയാണ്, അതൊരു കരിമ്പുലിയാണെന്ന് തോന്നുന്നു. ഒരു കരിമ്പുലിയാണെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക്. ബഗീരയാണെന്ന് തോന്നുന്നു. ഈ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ്. ഡാമിൻ്റെ പുതിയ എൻട്രൻസ് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാതായനങ്ങൾ, അതിൻ്റെ വലിയ ഗേറ്റുമൊക്കെ ആയിട്ട് കരിങ്കൽ ഭിത്തി പോലത്തെ കല്ലിൻ്റെ മോഡലിൽ വളരെ മനോഹരമായ നിർമ്മിതി. ഷോളയാർ അണൈ. ഒലിവ് ഗാർഡൻസ്.
നമ്മളെ വന്ന വണ്ടി നിർത്തിയില്ലേ ആദ്യം അവിടെ കാപ്പിത്തോട്ടം, അവിടെ കാപ്പിത്തോട്ടം ഇതിനിടയ്ക്ക് കാപ്പി കയറ്റില്ല. അത് വെള്ളം കൂടുതൽ വലിക്കുന്ന അത് പെട്ടിയാ. അതിങ്ങനെ ആദ്യം പൊക്കം പെടുത്ത് വെട്ടി വെട്ടി കാപ്പി എനിക്ക് വയനാട്ടിലെത്തി അല്ലേ? ഞങ്ങൾ തേയില ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ ഉടൻ തന്നെ കാണാവുന്നതാണ്. വണ്ടി വളരെ ഓഫ് റോഡാണ്. പോയിരുന്നാലും പറയട്ടെ. അതെ തന്നെ, ഓഫ് റോഡാണ്. അത് കാരണം കടുനോ കുടിനോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ക്യാമറയെ ബാധിക്കുന്നുണ്ട്. എങ്കിലും ഈ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് കാഴ്ചകളെ നൽകുന്നു എന്നുള്ള ആ സംതൃപ്തിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറ ടീ എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ്. ഈ കാഴ്ചകളെല്ലാം തന്നെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ് എനിക്ക്. നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കണ്ണുകളെ മനം മയക്കുന്ന, അല്ലെങ്കിൽ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഓഫ് റോഡിലായതുകൊണ്ട് നമുക്ക് കാഴ്ച അത്ര ഫ്രീയാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും ശ്രമിക്കുമെന്ന് കരുതുന്നു. അതല്ല, അതാണോ നമ്മുടെ വണ്ടിയാണോ? വണ്ടിയുടെ ഫോട്ടോയാണോ? ഇതാണോ കമ്പനി? മേളിൽ കാണുന്നതാണോ കമ്പനി? അപ്പുറത്ത് വേറെ. ഇത് ഹോസ്പിറ്റലോ? ഹോസ്പിറ്റലാണ്. താമസ ഇടമോ എന്തോ ആണ്. ഒത്തിരി ഒത്തിരി സിനിമകളിലൊക്കെ ഇത് കണ്ട പോലെ നല്ല പരിചയം തോന്നും. നല്ല ദൂരെ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. കാണത്തില്ല. കുഴപ്പമൊന്നുമില്ല.